ഹാർട്ട് അറ്റാക്കിന്റെ വേദനയാണോ? ഏതു വേദനയുമാവട്ടെ വിശ്വാസത്തോടുകൂടെ. ഗ്യാസിന്റെ വേദനയാണോ? അല്ല ഊരവേദനയാണോ? മറ്റേതോ മുട്ടുവേദനയാണോ? സന്ധിവേദനകളാണോ? ആ വേദനയുള്ളിടത്ത് നീ കൈവെക്കുക, നിന്റെ വലത്തെ കൈവച്ച് 7 വട്ടങ്ങ് തടവുക. വഖുൽ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് തടവിക്കാള എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതി, പടച്ച റബ്ബിന്റെ പ്രതാപവും ശക്തിയും മുൻനിർത്തിയിട്ട് ഞാൻ അവനോട് അഭയം തേടുന്നു. മിൻ ശർരി മാ അജിദു, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമം തീർത്തു തരാൻ. കണ്ടോ നിങ്ങൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ് യഥാർത്ഥത്തില് മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രത്തിൽ നടക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തില്. ഞാൻ അങ്ങനെ ചെയ്തു, അപ്പോൾ അള്ളാഹു എന്റെ വിഷമങ്ങളെല്ലാം നീക്കിക്കളഞ്ഞു, പിന്നെ ആ വേദന എനിക്ക് ഉണ്ടായില്ല എന്നല്ല, ഇതൊരു നല്ല മാർഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും എന്നിട്ട് ഫലം മസൽ ആമുറു ബിഹി അഹ്ലി വ ഗൈറഹു, എന്റെ കുടുംബങ്ങളോടും മറ്റുള്ളവരോടുമൊക്കെ ഞാൻ ആ ചികിത്സാ മുറ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ നോക്ക് നിങ്ങൾ, സഹാബത്ത് സ്വയം ചെയ്തു. ആ മന്ത്രിച്ചു എന്നല്ല, മന്ത്രിച്ചതിന് ഫലം കണ്ടു, ഉടനെ തന്നെ അതിന്റെ ഫലം കാണുകയാണ്, അവർക്ക് അതിൽ വിശ്വാസം വരികയാണ്. മന്ത്രിച്ചു കൊടുക്കുക എന്നത് നാം നമ്മുടെ കൂട്ടുകാർക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല ഉപകാരമായിരിക്കും. ഒരാളോട് മന്ത്രിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ, ഒരു രോഗി വരുമ്പോ അയാൾക്കൊന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു. ഒരു ഉസ്താദ് നമ്മുടെ വീട്ടിൽ കയറി വരുന്നു, അല്ലെങ്കിൽ ഒരു തങ്ങൾ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമായി ചെയ്യാവുന്നതാണ്. ഈ മന്ത്രത്തിന്റെ ഒക്കെ ദിക്റുകളും ഹദീസുകളും ഷിഫായിന്റെ ആയത്തുകളും ഒക്കെ ഉണ്ട്. ആ ഷിഫായിന്റെ ആയത്തുകളൊക്കെ ഓതിയിട്ട് ഒന്ന് ഭംഗിയായിട്ട് ആ കുഞ്ഞിന്, ഏത് രോഗം ബാധിച്ച കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് മന്ത്രിക്കുക, അത് നല്ലതാണ്. നാം നമ്മുടെ കൂട്ടുകാർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും ഈ മന്ത്രം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലദഗത് റജുലൻ മിന്നാ അഖറബ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ തേളുകുത്തി വിഷമേറ്റപ്പം വനഹ്നു ജുലൂസുൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ തേള് കടിച്ചത്. ഉടനെ തന്നെ അവിടെയുള്ള ഒരാൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഞങ്ങളെ കൂട്ടത്തിൽ നിന്നൊരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അർഖി, അല്ലാഹുവിന്റെ ഹബീബേ ഞാനൊന്ന് മന്ത്രിച്ചോട്ടെ. ഖാല മനിസ്തതാഅ മിൻകും മൻ യൻഫഅ അഖാഹു ഫൽയഫഅൽ, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കാണ് തന്റെ സഹോദരന് ഒരു ഉപകാരം ചെയ്യാൻ കഴിയുന്നതെങ്കിൽ അതവൻ ചെയ്തു കൊള്ളട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കണ്ടോ നിങ്ങൾ, അപ്പോൾ കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായമാണ് മന്ത്രിച്ചു കൊടുക്കുക എന്ന സേവനമെന്ന് ഇമാം മുസ്ലിം തങ്ങൾ പറയുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി അവസാനമായി മന്ത്രിച്ചിട്ട് പ്രതിഫലം വാങ്ങാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സുദീർഘമായ ഹദീസ്, സമയദൈർഘ്യം ഭയന്ന ആ ഹദീസ് മുഴുവനും ഇവിടെ വായിക്കുന്നില്ല. ഇൻദലഖനഖും മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫറത്തിൻ സാഫറുഹാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരിൽ ഏതാനും ആളുകൾ ഒരു യാത്ര പോവുകയാണ്. ഒരേരിയയിലൂടെ, അറബ് കബീലകളിൽപ്പെട്ട ഒരു ഏരിയയിലൂടെ ഇങ്ങ് കടന്നു പോകുമ്പം അവരുടെ അടുത്തു ചെന്ന് ക്ഷീണിച്ച് അവശരായ, വിശന്നു ദാഹിച്ചു വലഞ്ഞ ഇവർ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം തരുമോ, ഞങ്ങളെ ഒന്ന് സൽക്കരിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ അവർ വിസമ്മതിച്ചു. നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഈ വഴിയാത്രക്കാരുടെ അപേക്ഷ അവർ തള്ളിക്കളഞ്ഞു. അങ്ങനെ സഹാബാക്കിറാം റളിയല്ലാഹു അൻഹു മുന്നോട്ട് നീങ്ങിയപ്പോ ഈ തള്ളിക്കളഞ്ഞ, സൽക്കരിക്കാൻ വിസമ്മതിച്ച ഈ ടീമിലെ നേതാവിനെ വിഷം തീണ്ടി. അവര് പരമാവധി മുഴുവൻ ശ്രമവും നടത്തി നോക്കി, പക്ഷേ ഒന്നും ഫലിച്ചില്ല. വിഷമിറക്കാൻ വേണ്ടി പല മാർഗവും നോക്കി, പക്ഷേ ഒന്നും ഫലിച്ചില്ല. സംഗതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഇതാ ഇപ്പോൾ നമ്മുടെ അടുത്തുകൂടെ കടന്നുപോയ ആ വിദേശികളില്ലേ, ഈ നാട്ടുകാരായ നമുക്കറിയില്ലെങ്കിൽ ഒരുപക്ഷെ വിദേശികളാകുമ്പോ അവരുടെ കയ്യിൽ എന്തെങ്കിലും പച്ചമരുന്നോ മറ്റോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലും ഔഷധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അവരെ സമീപിക്കണം, അവരോട് ചോദിക്കൂ അവരുടെ അടുത്ത് വല്ല മരുന്നുമുണ്ടോ. ഉടനെ തന്നെ അവരുടെ അടുത്ത് ഓടി വരുന്നു. സഹാബാ കിറാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ മറുപടി, ഒരാൾ പറഞ്ഞു, വല്ലാഹി ഇന്നി ലാർഖി, അല്ലാഹുവാണേ സത്യം, എനിക്ക് മന്ത്രിക്കാൻ അറിയാം. വലാകിൻ വല്ലാഹി ലഖദ് ഇസ്തവഫ്നാകും ഫലം തുളീഫൂനാ, ഞങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും വിശന്ന് വലഞ്ഞ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് തരുമോ ഞങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ ഞങ്ങളെ നിങ്ങൾ വിരുന്ന് സൽക്കരിക്കാൻ തയ്യാറായില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം തന്നിട്ടില്ല, അതുകൊണ്ട് ഫമാ അന ബിറാഖിൽ ലക്കും ഹത്താ തജഅലൂ ലനാ ജുഅലൻ ഫസാലഹൂഹും അലാ ഖതീഇൻ മിനൽ ഗനം. ഫമാ അന ബിറാഖിൽ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മന്ത്രിച്ചു തരൂല. ഹത്താ തജഅലൂ ലനാ ജുഅല, ഞങ്ങൾക്ക് നിങ്ങൾ ഫീസ് നിശ്ചയിക്കുന്നത് വരെ, ഫീസ് നിശ്ചയിച്ചെങ്കിലേ ഞങ്ങൾ മന്ത്രിച്ചു തരൂ. ഫസാലഹൂഹും അലാ ഖതീഇൻ മിനൽ ഗനം, ഒരു പറ്റം ആടുകളെ തന്നെ നൽകാമെന്ന് അവർ അവരോട് കരാറിൽ ഏർപ്പെട്ടു. ഒത്തുതീർപ്പിലെത്തി, ഒരു കൂട്ട ആടുകളെ തന്നെ തരാം, ഞങ്ങളുടെ നേതാവിനെ രക്ഷപ്പെടുത്തി തന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹം മരിക്കും, സംഗതി വഷളാണ്. അങ്ങനെ അദ്ദേഹം ഈ പ്രമുഖനായ സഹാബി ചെന്ന് ഫാത്തിഹ ഓതി മന്ത്രിച്ചു, അയാൾ രക്ഷപ്പെട്ടു. ഒരു കുഴപ്പവുമില്ലാതെ അയാൾ നടന്നു പോകുന്നു, ഒരു കുഴപ്പവുമില്ല അദ്ദേഹത്തിന്, വിഷം പൂർണ്ണമായി ഇറങ്ങിക്കഴിഞ്ഞു, അതിൻ്റെതായ പാർശ്വഫലങ്ങളൊന്നും ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നില്ല. എന്നിട്ട് ഈ പറഞ്ഞ ഒരു കൂട്ടം ആടുകളെ തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു, ഫീസ് നിശ്ചയിച്ച ഫീസ് ഇവർക്ക് നൽകുകയും ചെയ്തു. സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവർ മുന്നോട്ട് യാത്ര തുടരുമ്പോ സഹാബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, യഖ്സിമു, നിങ്ങൾ വീതിക്കൂ, ഇത് നമ്മുടെ ഇടയിൽ വീതിക്കണം, ഈ കിട്ടിയ ആടുകളെ നമുക്ക് വീതിക്കാം എന്ന് പറഞ്ഞപ്പോ ഫഖാലല്ലദീ റഖാ, മന്ത്രിച്ചയാൾ പറയുന്നു, ലാ തഫ്അലു ഹത്താ നഅതിയ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ചെല്ലുന്നത് വരെ നിങ്ങൾ അത് ചെയ്യരുത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്താ നബി പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം, അതിന്റെ ശേഷമാക്കാം വിഷയം. ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരുന്നു. ഉടനെ തന്നെ സഹാബാ കിറാം കാര്യം പറഞ്ഞു, നബിയെ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ഫാത്തിഹ ഓതി മന്ത്രിച്ചു, രോഗം സുഖപ്പെട്ടു, എന്താ നബിയെ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമാ യുദ്രീക അന്നഹാ റുഖിയ, അത് മന്ത്രിക്കാൻ പറ്റുന്ന അധ്യായമാണെന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിക്കുകയാണ് ഈ മന്ത്രിച്ച സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖദ് അസബ്തു, വെരി കറക്റ്റ്, നിങ്ങൾ ചെയ്തത് വളരെ ഭംഗിയായിട്ടുണ്ട്, അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ ശിഫാ ആണ്. അതാ നേരത്തെ നമ്മൾ പറഞ്ഞത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് യഖ്സിമു, കിട്ടിയ ഫീസായി കിട്ടിയ, നിങ്ങൾക്ക് പ്രതിഫലമായി കിട്ടിയ ആടുകളുണ്ടല്ലോ, ആടുകളെ വീതിക്കൂ. വദ്രിബൂലി മഅകും സഹ്മ, നിങ്ങളത് പോയി മന്ത്രിക്കാൻ ആ ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ചു തന്നത് ഞാനല്ലേ, എനിക്ക് ഒരു ഊഴം കരുതി വെക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനല്ലേ ഫാത്തിഹ പഠിപ്പിച്ചു തന്നത്, അതുകൊണ്ട് എനിക്കും വേണം ഒരു ഊഴം. ഇത് പറഞ്ഞു ഫളഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ചിരിക്കുകയാണ്. ഫളഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മന്ത്രിച്ചതിന് പ്രതിഫലം വാങ്ങി സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ആ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അംഗീകരിക്കുകയും ചെയ്തു.